ഹായ് മുഷ്താഖാനൂരാണ്. ഞാൻ ഈ അർജുൻ്റെ ഫാമിലിയുടെ പത്രസമ്മേളനം, അതുപോലെ മനാഫ്ക്കാരുടെ പത്രസമ്മേളനം ഇതൊക്കെ മാറി മാറി പല സമയങ്ങൾ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. അതൊന്നും പറയാമെന്ന് വെച്ചിട്ടാണ് ഞാനൊരു വീഡിയോയിൽ വരുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ അർജുൻ്റെ ഫാമിലിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അവർ ചെയ്ത ഈ വർഷത്തെ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു ആ ഒരു പത്രസമ്മേളനം. പത്രസമ്മേളനം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട ഒരു ആവശ്യം അവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, സമൂഹത്തിൽ അവർ ബാധിച്ച ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് സത്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ, ഫേസ്ബുക്കിൽ പലരും ഇടുന്ന കമൻറ്റുകൾ, പലരും ഇടുന്ന തെറ്റായ വീഡിയോകൾ, അത്തരം വീഡിയോകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ, അതിൻ്റെ താഴെ വീഡിയോ കാണുന്ന ആൾക്കാർ പലതും പല രൂപത്തിലും പറഞ്ഞുണ്ടാക്കുന്ന കമൻറ്റുകൾ, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രശ്നം. അതിനൊക്കെ കാരണക്കാരൻ മനാഫാണ് എന്ന തരത്തിലാണ് ഇവർ ആ പത്രസമ്മേളനം നടത്തിയത്. അവിടെയാണ് ഇവർക്ക് പാളിപ്പോയത്, അവിടെയാണ് ഇവർ പൊട്ടിപ്പോയത്. അതിന് കാരണക്കാരൻ മനാഫല്ല. എപ്പോഴാണ് മനാഫ് കാരണക്കാരനായത്? ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ അർജുൻ്റെ ശരീരം കിട്ടി, അർജുൻ്റെ ലോറി കിട്ടി, അതിനുശേഷം വരുന്ന ഒരുപാട് വീഡിയോകൾ പലരും അതിനു മുമ്പും അതിനുശേഷം ചെയ്ത വീഡിയോ വളരെ വൃത്തികെട്ട തരത്തിലായിരുന്നു. ഈ കുടുംബത്തിന് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ അതിന് താഴെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വീഡിയോ കാണുന്ന ആൾക്കാർ അതിനുശേഷം അർജുൻ്റെ ബോഡി കിട്ടുന്നതിന് മുമ്പ് കിട്ടിയതിന് ശേഷമായാലും പല സമയങ്ങളിലുള്ള ഇൻ്റർവ്യൂവും പല സംസാരത്തിലും ഇവരുടേതായ രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ട് ഊഹിച്ചെടുത്തിട്ട് എന്തൊക്കെയോ വീഡിയോ ചെയ്യുക. ഇതൊരു ചങ്ങാൻ്റെ വീഡിയോ ആണ്. അതിന് കൊടുത്ത ക്യാപ്ഷനാണ് അർജുൻ്റെ സഹോദരിയെക്കുറിച്ച് ഒരു ക്യാപ്ഷൻ എഴുതിയിട്ട് ഒരു വീഡിയോ. കാരണം ആ വീഡിയോയിലും പറഞ്ഞത് അങ്ങനെയല്ല, പക്ഷേ ജനങ്ങൾ ആകർഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവനെ വീഡിയോ കൊടുത്ത ക്യാപ്ഷൻ ഇതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാപ്ഷൻ ആ കുടുംബത്തെ ബാധിക്കുന്നുണ്ട്. അതിന് താഴെ വീഡിയോ പോലും കാണാണ്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരുടെ കമൻറ്റുകൾ അവർ വേദനിപ്പിക്കുന്നുണ്ട്. ഇൻഷൂർ കിട്ടാൻ വേണ്ടിയിട്ട് അർജുൻ്റെ അളിയനും പെങ്ങളും കൂടിയിട്ട് എന്തോ കളിക്കുന്നുണ്ട്, അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് എന്നൊക്കെ രൂപത്തിലുള്ള കമൻറ്റുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വേദനിക്കൂലേ? ഒരു കുടുംബത്തിലൊരു അംഗം നഷ്ടപ്പെട്ടു, ആ വേദനയിൽ കഴിയുന്ന ആൾക്കാരെ മാനസികമായിട്ട് ഉപദ്രവിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള കമൻ്റ് ഇട്ട ആൾക്കാരും അത്തരത്തിൽ വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തമ്പനയിലും ക്യാപ്ഷനും കൊടുക്കുന്ന ആൾക്കാരാണ് ഇതിൽ യഥാർത്ഥ പ്രതികൾ. അവരാണ് ഈ അർജുൻ്റെ ഫാമിലിയെ വിഷമിപ്പിച്ചവർ. അവർക്ക് വേണ്ടത് അർജുൻ എന്ന് ഹാഷ് ഇട്ടിട്ട് അർജുൻ ശിരൂർ, അർജുൻ ഫാമിലി എന്നൊക്കെ ഹാഷ് ഇട്ടിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യും. അവർക്ക് ഈ സമയങ്ങളിലൊക്കെ കിട്ടുന്ന അർജുൻ്റെ വിഷയം ഇനി എപ്പോഴും അവസാനിക്കാൻ നമുക്ക് അറിയത്തില്ല. അത്രയും കാലം അവർക്ക് വീഡിയോ റീച്ച് കിട്ടാനുള്ള ഒരു കണ്ടൻറ്റ് മാത്രമാണ് ഈ പറയുന്ന അർജുൻ്റെ വിഷയം. ആ രൂപത്തിൽ ഇവർ ഇതിനെ അവതരിപ്പിച്ചു. അത് ആരെ ബാധിച്ചു? പലതരത്തിലുള്ള ചോദ്യങ്ങളും പലതരത്തിലുള്ള കമൻറ്റുകളും, വളരെ മോശമായ കമൻറ്റുകളൊക്കെ കുടുംബത്തെ പറ്റി പറയാം. ഈ പത്രസമ്മേളനത്തിന് മുമ്പ് പറയുന്നത് കേട്ടോ. പത്രസമ്മേളനത്തിന് മുമ്പ് അവർക്ക് അനുഭവിച്ച ചില പ്രയാസങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിന് കാരണം മനാഫാണ് എന്ന തരത്തിലാണ് ഇവർ പത്രസമ്മേളനം നടത്തിയത്. അവിടെയാണ് ഇവർക്ക് പൊട്ടിപ്പോയത്. ഈ മനാഫ് ഈ 72 ദിവസവും അവിടെ ശിരൂരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പോലീസുകാരായിട്ട് വാക്ക് തർക്കം ഉന്തുതള്ളുണ്ടായിട്ടുണ്ട്. അവിടേക്ക് ഈ പറയുന്ന അളിയനുണ്ട്, അർജുൻ്റെ അനിയനുണ്ട്, ഇവരൊക്കെ ഇത് കാണുന്ന ആൾക്കാരാ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് 72-71 ദിവസം കഴിഞ്ഞ ശേഷം ഈ ബോഡി കിട്ടിയപ്പോൾ മനാഫ് അതിനു മുമ്പ് അനുഭവിച്ച ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഈ കുടുംബം കണ്ടിട്ടുണ്ടോ? ഈ പത്രസമ്മേളനം നടത്തിയിട്ട് വാദോരത്തെ സംസാരിച്ച അളിയൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ മിണ്ടിയില്ല. മനാഫ് അതിനുശേഷം നടത്തിയ ഇൻ്റർവ്യൂ ആണ് ഇവർക്ക് പ്രശ്നം. മനാഫ് ഓവർ സെൻറ്റിമെൻറ്റ്സ് അടിക്കുന്നു, മനാഫ് നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പറ്റി നമ്മൾ വേദനിപ്പിക്കുന്നു ഒക്കെ പറഞ്ഞ് മനാഫ് പറയാനുള്ള സാഹചര്യം എന്താണ് ആദ്യം മനസ്സിലാക്ക്. നിങ്ങൾ ഉപദ്രവിച്ചത് മനാഫല്ല, നിങ്ങൾ ഉപദ്രവിച്ചത് കുറേ യൂട്യൂബേഴ്സും കുറേ കമൻറ്റോളികളാണ്, അങ്ങനത്തെ കുറേ ഞരമ്പന്മാരുണ്ട്. ഒരു വിഷയം കാണുമ്പോൾ അതിൽ അവൻ്റെതായ രൂപത്തിൽ ഊഹിച്ചെടുത്തിട്ട് അവൻ്റെ പങ്ങൾ ഇൻഷുറിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കളിച്ചിട്ടുണ്ടാവുക, അവൻ്റെ അനിയൻ ഇങ്ങനെയായിരിക്കും, അവൻ്റെ കുടുംബം ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ മനാഫ് ഉദാഹരണത്തിന് പറയാം, മനാഫ് പറഞ്ഞാൽ 75,000 രൂപ അവനക്ക് ശമ്പളമുണ്ട്, പക്ഷേ അവനക്ക് ചിലപ്പോൾ അത് തികയാത്തറില്ല. അവൻ്റെ അനിയൻ പഠിക്കുന്നതാണ്, പെങ്ങളെ പഠിത്തത്തിന് വേണ്ടിയിട്ട്, കുടുംബത്തിന് ഇത് വേണ്ടിയിട്ട് അവനക്ക് അത്രയും ചിലവാകും പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യന്മാരുടെ അവൻ്റെ അവസ്ഥ പറയുന്നല്ലേ. അത്തരത്തിലുള്ള സംസാരം വരുന്നത് തന്നെ സ്വാഭാവികമാണ്, നോർമലായി വരുന്ന ടോക്കാണത്. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എന്താ? അപ്പോൾ ഈ അനിയൻ പണിക്ക് പോകാറില്ലേ? അനിയൻ അവൻ്റെ ചിലവിൽ കഴിഞ്ഞിട്ട് ഇത്രയും കാലം ഈ കുടുംബം അവൻ ഊറ്റുകയായിരുന്നു. ഇതൊക്കെ പറയാൻ ഇവരൊക്കെ ആരാണ്? അർജുൻ്റെ കുടുംബത്തിന് ചിലവാക്കുന്ന പൈസയെക്കുറിച്ച് മറ്റുള്ളവർ കമൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നാണില്ലേ? അത്തരത്തിലുള്ള കമൻറ്റുകളും അത്തരത്തിലുള്ള കുത്തിയോന്നിപ്പിക്കുന്ന വാക്കുകളാണ് ഈ കുടുംബത്തെ വേദനിപ്പിച്ചത്. പുറത്തുനിന്ന് കോളുകൾ വരുന്നുണ്ടെന്ന് അവർക്ക് പറയുന്നുണ്ട്. ഈ പത്രസമ്മേളനത്തിന് മുമ്പ് സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിൽ അർജുൻ്റെ അനിയൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടോ? അത് പത്രസമ്മേളനത്തിന് മുമ്പാണ്. അപ്പോൾ അവരനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കമൻറ്റുകൾ, ഇത്തരത്തിൽ ആൾക്കാർ വായി തോന്നിയത് പറയുന്നു, പ്രചരിപ്പിക്കുന്നു. ഇത് ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഈ പത്രസമ്മേളനം നടത്തിയാൽ പോലും ഇവർ പറയേണ്ടതായിരുന്നു. പക്ഷേ ഇവർക്ക് പറ്റിപ്പോയത് എന്തറിയോ? ഇവരെന്തിനാ മനാഫിനെ ടാർഗറ്റ് ചെയ്തത്? അതാണ് എനിക്ക് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലാത്തത്. ഇവർ പറയുന്നത് മനാഫ് ഇൻ്റർവ്യൂ നിർത്തണം, മനാഫ് നമ്മുടെ വികാരത്തെ, നമ്മുടെ പ്രയാസത്തെ ചൂഷണം ചെയ്യുന്നതായിരുന്നു. തേങ്ങയുടെ മൂടാണ്. മനാഫ് ഈ 72 ദിവസം അവിടെ ബോഡി കിട്ടുന്നതിന് മുമ്പ് അനുഭവിച്ച പ്രയാസത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോൾ സംസാരിച്ചോ? ഈ അളിയൻ സംസാരിച്ചോ? ഒരുപാട് സംഘികൾ, ഒരുപാട് RSSകാർ, വർഗീയ ചങ്കികൾ ഈ സമയങ്ങൾ ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? മനാഫിൻ്റെ ലോറിയിൽ സ്വർണ്ണം കടത്തുന്നുണ്ടാവും, മയക്കുമരുന്നുണ്ടാവും, കള്ളത്തടി ഉണ്ടാവും. അർജുനെ ബോഡി കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അർജുനെ കൊന്നതാണെന്ന് പോലും ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും.
അപ്പോൾ ആ സമയങ്ങളിലൊന്നും ഇതൊക്കെ കണ്ടിട്ട് വിഷമിച്ച മനാഫിൻ്റെ പ്രയാസം ബോഡി കിട്ടിയ ശേഷം മനാഫ് പറഞ്ഞിട്ടുണ്ട്. എന്ത് തപ്പി നോക്കോ, സ്വർണ്ണുണ്ടോ, മയക്കുമരുന്നുണ്ടോ, കള്ളക്കടത്തുണ്ടോ, എൻ്റെ ലോറി അതാ അടിച്ച് പൊളിച്ച് നോക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതുവരെ മനാഫ് അനുഭവിച്ച മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കൂടിയായി അർജുൻ്റെ ബോഡി കിട്ടിയപ്പോൾ. അപ്പോൾ മനാഫിൻ്റെ വിഷമങ്ങൾ പറഞ്ഞു. അയാൾ എത്ര മാന്യമായിട്ട് സംസാരിച്ചത്, എത്ര അയാൾ ആത്മാർത്ഥത, അയാളെ വാക്കുകൾ കാണാൻ പറ്റുന്നില്ലേ? അങ്ങനെ ഗംഗാവലിപ്പുഴയ്ക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള ഒരൊറ്റ വാക്കുണ്ടല്ലോ, അതാണ് മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞത്. അവിടെയാണ് മലയാളികളുടെ ആ ഒരു ഹൃദയം നോവിച്ചത്. അത്രയും കാലം മനാഫ് അനുഭവിച്ച പ്രശ്നങ്ങളുണ്ട്. മനാഫിൻ്റെ ചില വാർത്തകൾ വരുമ്പോൾ വണ്ടിയുടെ ജാക്കി കിട്ടി, ലോറി ഇടുമ്പോൾ മനാഫ് സ്ഥിരീകരിച്ചു, കയറ് കിട്ടി, മനാഫ് സ്ഥിരീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവനെല്ലാം ഇവൻ്റെതാണെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ വരുന്ന സമയത്ത് അതും അയാൾ വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇത്തരം വാർത്തകളുടെ ഇത്തരം വീഡിയോകളുടെ താഴെ പോയിട്ട് കമൻറ്റ് ഇട്ട് ഒരുപാട് കമൻറ്റുകളുണ്ട്. അവർക്കിപ്പോൾ അവിടെ പോയി. നിങ്ങളുടെയൊക്കെ അത്തരം വാക്കുകളാണ് ഈ കുടുംബത്തെ വേദനിപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം. ആ കുടുംബത്തിന് വേദന ഉണ്ടാക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അത് അവർ പറയുന്നതിൽ തെറ്റില്ല, സത്യമാണ്. പക്ഷെ അവർ അതിന് മനാഫിനെ കുറ്റപ്പെടുത്തി. അതിനുള്ളൊരു യോഗ്യത അവർക്കില്ല. അങ്ങനെ അവർ പറയാൻ പാടില്ല. അതിന് കൂടി ഈശ്വരൻ മറപ്പേനും. അയാൾക്ക് 3 പെൺമക്കളാണ്. അതിൽ 2 കുട്ടികളെ, ഒരു കുട്ടി മരിച്ചു എന്നും 2 കുട്ടികൾ ഇപ്പോൾ ജീവനോടുണ്ട്. ആ കുട്ടിക്ക് പിന്നെ ബുദ്ധിമാങ്കല്യമുള്ള കുട്ടികളാണെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ജീവൻ പോലും നോക്കാണ്ട് കടലാസിൽ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. നമ്മൾ പോയി മരണപ്പെട്ടാൽ നമ്മളെ ഉത്തരവാദികൾ നോട്ട്. അങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിട്ട് ലോറി അവിടെ നിന്ന് കണ്ടെത്തിയ മനുഷ്യനെ ഈശ്വരൻ മറപ്പേ. അയാൾ കുറ്റം പറഞ്ഞ എന്തിനാ? നിങ്ങൾ എന്തിന് പത്രസമ്മേളനത്തിൽ അവരൊക്കെ കുറ്റം പറഞ്ഞു? നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ഞങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ്. ഒരുപാട് പേര് ചെയ്യുന്ന വീഡിയോ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞേ? മനാഫ് ബൈക്കിൻ്റെ വിഷയം പറഞ്ഞു. മനാഫ് 75,000 രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞു. ആ ശമ്പളം ഉള്ളപ്പോൾ കുടുംബത്തിൽ മറ്റുള്ളവർ പണിക്കൊന്നും പോകുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതൊക്കെ മനാഫ് കുറ്റക്കാരനാണോ ഭായി? അതിലൊക്കെ എന്താ അർത്ഥമുള്ളത്? ഈ അർജുൻ്റെ ബോഡി കിട്ടി മറമാടിയതിനു ശേഷം കേരളത്തിലെ മതപണ്ഡിതനായ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ആ വീട്ടിൽ പോയിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ കൈക്കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കുട്ടിക്ക് നിങ്ങൾ മുട്ടായി വാങ്ങാനോ മറ്റു പൈസ കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ നിങ്ങൾ കുട്ടിക്ക് ബിസ്ക്കറ്റ് മറ്റു വാങ്ങിക്കൊടുക്കും. ആ ഒരു കാര്യം പോലും ഈ ചങ്ങ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചങ്ങ അതൊക്കെ നാട്ടു നടപ്പല്ലേ, സ്വാഭാവികല്ലേ? അതൊക്കെ ഇങ്ങനെ എടുത്തു പറയാൻ മാത്രം ഉണ്ടോ? അതൊക്കെ വളരെ മോശപ്പെട്ട വർത്തമാനം നിങ്ങൾ വളർന്നു വന്നത്. അപ്പോൾ മനാഫിനെ നിങ്ങൾ കുറ്റം പറയുമ്പോൾ മനാഫ് ഇൻ്റർവ്യൂ ചെയ്യുന്നു. മനാഫിന് ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യത കിട്ടി. ഒരുപാട് ആൾക്കാർ അയാളുടെ ആ മനസ്സിൻ്റെ നന്മയും അയാൾ എടുത്ത എഫേർട്ടും ഒക്കെ മനസ്സിലായപ്പോൾ അയാൾക്ക് നല്ല സ്വീകാര്യത കിട്ടി. ഒരുപാട് ചാനലുകാർ അവരവൻ്റെ ചാനലിൻ്റെ വളർച്ചയ്ക്കൊണ്ടും മറ്റും മനാഫിനെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് മനാഫിൻ്റെ ആവശ്യം എന്തായിരുന്നു? അതുവരെ മനാഫ് അനുഭവിച്ച വേദനകൾ, ആരോപണങ്ങൾ, അതിന് മറുപടി വരാനുള്ള അവസരങ്ങളായിരുന്നു. ആ അവസരങ്ങൾ മനാഫ് ഉപയോഗപ്പെടുത്തിയപ്പോൾ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകളൊക്കെ മനാഫിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ പേരിൽ നിങ്ങളാക്കി. അതിൻ്റെയൊക്കെ കാരണം മനാഫാണെന്ന തരത്തിൽ നിങ്ങൾ എന്താക്കി? പത്രസമ്മേളനം നടത്തി. നീ ജിതിൻ എന്ന് പറയുന്ന അളിയൻ, എന്നോടൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ മനാഫിനെ പറ്റിയിട്ട് സംഖ്യകൾ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് ചാനലുകളിൽ ഇല്ലാത്ത വാർത്ത പ്രചരിപ്പിച്ചപ്പോൾ അർജുനെ അപായപ്പെടുത്തിയതാണെന്നും കള്ളക്കടത്താണെന്നും സ്വർണ്ണക്കടത്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ നിന്റെ നാക്ക് എവിടെ പോയി? നീ ആ സമയത്ത് മനാഫിനെ ചേർത്ത് പിടിച്ച് പറയണമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട അളിയൻ്റെ മുതലാളിയാണ് മനാഫ് ഈ വിഷയത്തിൽ നിരപരാധിയാണ്, മനാഫിനെ കുറ്റം പറയാൻ പാടില്ല എന്ന് നീ പറഞ്ഞോ? നീ പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞതാരാ? സംഖ്യകളാ. നിൻ്റെ പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ നീ നല്ല അസല് സംഖ്യയാണ്. നിൻ്റെ പ്രൊഫൈൽ ഒരുപാട് അത്തരം പോസ്റ്റുകൾ നീ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പത്രസമ്മേളനം നടത്തിയപ്പോൾ പോലും ആ സമയങ്ങളിൽ മനാഫിനെതിരെ പറഞ്ഞ ആരോപണങ്ങളെക്കുറിച്ച് നീ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അത് നീ മനസ്സിലാക്കണം. നീ പറഞ്ഞത് മുഴുവൻ മനാഫുകാരൻ അങ്ങനെ, മനാഫുകാരൻ ഇങ്ങനെയും. ചങ്ങാതി 10,000-ഓളം മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന യൂട്യൂബ് ചാനലിനെ കുറിച്ച് പോലും നീ പറഞ്ഞു. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ എന്തായി? നിൻ്റെ ഒറ്റ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ 4 ലക്ഷം പുതിയ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് കയറിയത്. 4 ലക്ഷത്തോളം ആൾക്കാർ നിൻ്റെ ഒരൊറ്റ വർത്തമാനത്തിൻ്റെ പേരിൽ നന്ദികേടിൻ്റെ വർത്തമാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർക്ക് ആ ചാനൽ തപ്പിപ്പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്തത്. അവരുടെ പ്രതിഷേധമാണത്. അപ്പോൾ നീ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിൻ്റെ സംസാരത്തിൽ അളിയനോടാണ് പ്രത്യേകിച്ച് പറയുന്നത്. നീ എന്ന് പറയുന്നത് അളിയനാണ് വാതോരാതെ സംസാരിച്ചത്. ഈ അളിയൻ എന്ന് പറയുന്ന വ്യക്തി പത്രസമ്മേളനത്തിൽ ഈശ്വർ മാൽപ്പയെ കുറിച്ച് പറഞ്ഞതും മനാഫിനെ കുറിച്ച് പറഞ്ഞതും യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറഞ്ഞതും ഒക്കെ ഓവറായിരുന്നു. നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം കമൻറ്റ് ബോക്സുകളിൽ വരുന്ന കമൻറ്റുകളും മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ തങ്ങളുടെ ഇൻഷുർ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഒരുപാട് മോശപ്പെട്ട, നിങ്ങൾക്കിത് വായിച്ചു നോക്ക്. അതൊക്കെ പറയാൻ പാടില്ല. ഇൻഷുർ തുക തട്ടിയെടുക്കാനാണ് അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്. ഇത്തരത്തിലുള്ള വൃത്തികെട്ട ജന്തുക്കളുടെ കമൻറ്റുകളാണ് നിങ്ങളെ വേദനിപ്പിച്ചതെങ്കിൽ നിങ്ങൾ അതായിരുന്നു അഡ്രസ്സ് ചെയ്ത് പറയേണ്ടത്. അതായിരുന്നു നിങ്ങൾ പത്രസമ്മേളനത്തിൽ പറയേണ്ടത്. പക്ഷേ നിങ്ങൾ അതിനൊക്കെ കാരണം മനാഫാണെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? അവിടെയാണ് ഇതിൻ്റെ പിറകിലുള്ള ദുരൂഹതയെക്കുറിച്ച് എല്ലാവരും സംശയിക്കുന്നത്. ഇതുവരെ മനാഫ് അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും എല്ലാ വേദനകളും ഇതോടെ അവസാനിക്കട്ടെ എന്ന് കരുതിയിട്ട് ഇൻ്റർവ്യൂവിലും മറ്റും അയാൾ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും തുറന്നു പറയുമ്പോൾ ഇന്നും ആ വേദനയുടെ കൂടെ നിങ്ങൾ നിന്നിട്ടില്ല. ആ സമയത്ത് ഒരു മനാഫിനെ ചീത്ത പറയരുത്, മനാഫിനെ കുറ്റം പറയരുത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. പത്രസമ്മേളനത്തിന് മുമ്പോ പത്രസമ്മേളനത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പ്രധാന പ്രശ്നം മറ്റുള്ള ആൾക്കാരിൽ നിന്നുണ്ടാകുന്ന ഫോൺ കോളുകൾ, അനാവശ്യ കമൻറ്റുകൾ, ഇതൊക്കെയായിരുന്നു. അതിൻ്റെയൊക്കെ കാരണം
കാരണം മനാഫാക്കിയിട്ട് നിങ്ങൾ ചുരുക്കിയത് സംഘപരിവാറിൻ്റെ അജണ്ടയുടെ ഭാഗമാണോ? നിങ്ങൾ ആരെങ്കിലും പിറകിൽ വന്നിട്ട് കുത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മുകളിൽ നിന്ന് വല്ല പ്രഷർ ഉണ്ടായിട്ടുണ്ടോ? നമുക്കറിയത്തില്ല. അത് നിങ്ങളാണ് തുറന്ന് സമ്മതിക്കേണ്ടത്, പറയേണ്ടത്. അതുകൊണ്ട് മനാഫ് വിഷയത്തിൽ നിങ്ങൾ നടത്തിയ പത്രസമ്മേളനം ഈ വർഷത്തെ 2024 ഏറ്റവും വലിയ അബദ്ധമാണ്. നിങ്ങൾ ചെയ്ത ആത്മഹത്യാ തുല്യമായ ഒരു പരിപാടിയായിരുന്നത്. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ പ്രധാന പ്രശ്നം ഈ കണക്കിന് വരുന്ന ആൾക്കാരുടെ കമൻറ്റുകളും മറ്റുള്ളവർ കോൾ ചെയ്ത് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾ അതായത് നിങ്ങൾക്ക് ഇത്രത്തോളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് പറയേണ്ടത്. പക്ഷെ അതിനൊക്കെ കാരണം മനാഫാണെന്ന് പറഞ്ഞതിൻ്റെ പിറകിലുള്ള ഗൂഢ ലക്ഷ്യം, മനാഫാണ് ഇതിനൊക്കെ കാരണം എന്ന് നിങ്ങൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഞങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല. അതിന് മുമ്പ് കളിച്ച സംഘികളുടെ ചാനലുകൾ, സംഘപരിവാർ പേജുകൾ, മനാഫിനെതിരെ ഉണ്ടാക്കിയ, മനാഫ് എന്ന് പറയുന്ന അറബി പേരുള്ളത് കൊണ്ട് മാത്രം മനാഫിനെതിരെ ഉണ്ടാക്കിയ കുപ്രചരണങ്ങൾ നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു. നിങ്ങൾ അതിനകത്തൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതേ നിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ സംഘപരിവാറിൻ്റെ സന്തത സഹചാരിയാണ് നീ. അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശവും നിന്നിലൂടെ നടപ്പാക്കാനാണ് അവർ ഉദ്ദേശിച്ചത്. അവർക്ക് നീ തലവെച്ച് കൊടുത്തതാണോ? ഞങ്ങൾക്കറിയത്തില്ല. ഊഹം വെച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. മനാഫിനെ മുൻനിർത്തിക്കൊണ്ട് മനാഫിനെ കുറ്റം പറയാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതാദ്യം മനസ്സിലാക്കുക. മനാഫ് ഇത്രയോ കാലം 22 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അയാൾ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് മുഴുവൻ കാരണക്കാരൻ സംഘപരിവാറായിരുന്നു. ആ സമയത്തൊന്നും മനാഫിനെ ചേർത്ത് പിടിച്ചിട്ടില്ല. അതിനുശേഷവും ഈ പത്രസമ്മേളനത്തിൽ പോലും ഇത്തരത്തിലുള്ള വൃത്തികെട്ട ജന്തുക്കളുടെ, വർഗീയ ശക്തികളുടെ ഇത്തരം പ്രചരണങ്ങൾ മനാഫിനെ വേട്ടയാടിയിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ ഈശ്വർ മാർപ്പയും മനാഫും ഫേമസ് ആകുമെന്ന് നോക്കി പറഞ്ഞേ. അപ്പോൾ അത്തരത്തിലുള്ള ഉടായ്പ വർത്താനങ്ങൾ നിങ്ങളെ വായിന്ന് വീണുകൊണ്ടാണ് നിങ്ങൾ എന്താക്കിയത്, മലയാളികൾ ഒന്നടങ്കം മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ കുത്തി കയറി പോയതും ലൈക്ക് ബട്ടൺ കുത്തി പൊട്ടിച്ചതും നിങ്ങൾ എയറിലായതും വേറൊന്നുമില്ല. അതിന് ഒറ്റ കാരണക്കാരൻ നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്താണ്? ആ പ്രധാന പ്രശ്നം നിങ്ങൾ പറയാണ്ട് സംഘപരിവാർ ആക്രമിച്ച അതേ രീതിയിൽ മനാഫിനെ ആക്രമിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നു. അത് തിരിച്ചറിഞ്ഞ മലയാളികൾ എന്താക്കി? സത്യവും അസത്യവും വേർതിരിച്ചെടുത്തു. അതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് അനുഭവിച്ച പ്രയാസങ്ങളും നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഇന്നും സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. കാരണം നിങ്ങൾ ഉദ്ദേശിച്ചത് അതൊന്നും ആയിരുന്നില്ല. മനാഫ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് മാത്രമായിരുന്നു നിങ്ങളുടെ പ്രശ്നം പോയത്. അതെന്തായി? അടപടലം മൂഞ്ചി. ഇത്രയേ ഉള്ളൂ.